സിനിമ ഒരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഡ്രാമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമോഷൻസ് ഫീൽഡ് ആയിട്ടുള്ള 2 മണിക്കൂർ 40 മിനിറ്റ് ഇങ്ങനെ കണ്ട് രസകരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയായിട്ടാണ് സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സിനിമയിൽ ഉടനീളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്കി കൗശലിന്റെ കഥാപാത്രമായിട്ടാണ് കുറച്ചും കൂടി മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം മറ്റു കഥാപാത്രങ്ങൾ മോശമായി എന്നുള്ളതല്ല, എല്ലാ കഥാപാത്രങ്ങളും രസകരമായിട്ടുണ്ട്, അവരുടെ പ്രകടനങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ നന്നായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ഷാരൂഖ് ഖാന്റെ തപ്സി പന്നുടെയും കെമിസ്ട്രിയുള്ള കുറച്ച് സീനുകൾ കാര്യങ്ങൾ, എസ്പെഷ്യലി അവരുടെ ലവ് കുറച്ച് ഫീലിപ്പിക്കുന്ന തരത്തിലൊക്കെ കുറച്ചൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇത് കുറച്ചും കൂടി ഇമ്പാക്ട്ഫുൾ ആക്കാമായിരുന്നു എന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. രാജ്കുമാർ ഹിരാനി എന്നുള്ള നിലയിൽ ഡങ്കി എന്ന് പറഞ്ഞ സിനിമയെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഡൗട്ട് തോന്നുന്നത് രാജ്കുമാർ ഹിരാനി ഫിലിം തന്നെയാണോ എന്നുള്ളത്. കാരണം മറ്റ് സിനിമകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് സ്റ്റിൽ ഇപ്പോഴും പല സിനിമകളെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ അതിലുണ്ടാവുന്ന പല രംഗങ്ങളും സീനുകളും കോമഡികളും സ്റ്റിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമയിലെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അത്രയധികം റീകളക്ട് ചെയ്യപ്പെടുമെന്ന് തോന്നുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് മുമ്പ് ഇറങ്ങിയ രാജ്കുമാർ ഹിരാനി ഫിലിം പോലെ PK അല്ലെങ്കിൽ 3 Idiots സഞ്ജു ഒക്കെ പോലെ ഒരു മസ്റ്റ് വാച്ച് ഫിലിം ആണെന്നുള്ളതൊന്നും സജസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല.